ഹലോ, അപ്പോൾ വെൽക്കം ടു ക്യൂട്ട് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇന്നെന്താ ഈ തുണി കഴുകുന്നതിൻ്റെ കവറൊക്കെ ഇട്ടുന്നല്ലേ. ഇത് തുണി കഴുകുന്നതിൻ്റെ കവറാന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സാധനം കാണിച്ചു. ഇതൊക്കെയാണ് ആ സാധനങ്ങൾ. ഇതെന്ത് സാധനങ്ങളാണ് വിചാരിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഈ ബാലരമ, മിന്നാമിന്നി, കളിക്കുടുക്ക, ആ വക സാമഗ്രികൾ, ബുക്കുകൾ അങ്ങനെയുള്ളതൊക്കെ വായിച്ചു തരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഗിഫ്റ്റ്സ്, പസിൽസ് അങ്ങനെ ഓരോന്നൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയതൊക്കെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു ഈ കവറിൽ. അപ്പോൾ ഞാനതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഞാനിത് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലത്തേക്ക് എടുത്തപ്പോൾ ദടാ കിടക്കുന്നു. മിന്നാമിന്നിന്നും കളിക്കുടുക്കയെന്നും കിട്ടിയ സമ്മാനങ്ങൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കും ഉണ്ടായിരുന്നു. മലയാളം ഡിക്ഷണറി ആണായിരുന്നു. കണ്ടോ, ഇതുപോലെ ഇത് ഞാൻ ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു. പക്ഷെ എനിക്ക് 6ാം ക്ലാസ്സാണ് ഇനി വരുന്നത്, എടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു UP സെക്ഷനൊന്ന് കഴിയട്ടെ, പഠിപ്പ് കഴിയട്ടെ. UP മാത്രമല്ലല്ലോ. എന്നിട്ടിത് കീറിപ്പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. കുറേ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ പിന്നെ ആ ബുക്ക് കണ്ട് മാറ്റിച്ചു. ഇതൊക്കെയാണ് സാമഗ്രികൾ. ഫസ്റ്റ് തന്നെ ഈ ഒരു പുള്ളിപ്പുലിയുടെ ഒരിതുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ബാക്കിൽ. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വരും. അത് കറക്റ്റായിട്ട് നമ്മളെ വേറെ ഏതിനേലൊക്കെ ഒട്ടിക്കണം. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു വാട്ടർ പ്രൂഫാണ്. വാട്ടറിൽ മുക്കിക്കഴിഞ്ഞാൽ കളർ വരുന്നൊക്കെയാണ്. ഞാൻ ചെയ്ത് നോക്കിയില്ല, ചെയ്യണം. അടുത്തതും നേരത്തെ കാണിച്ച പസിൽ പോലെ തന്നെയാണ്, സെയിം. ഇത് ജിറാഫാന്നേ ഉള്ളൂ. ഇത് ചീറ്റയാണ്, ചീറ്റ ഗൈസ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നാമിന്നിയിൽ ഒരു കഥ ഉണ്ടായിരുന്നു ഗൈസ്, ഡിഗ്ഗി പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ ഡിഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ജിക്കോ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നത്തിലും എല്ലാ പ്രശ്നത്തിലും ചെന്ന് ചാടുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതിങ്ങനെ തുറക്കാൻ പറ്റും, ബട്ട് അതവിടെ ഒട്ടിപ്പായിരുന്നു ഗൈസ്. പക്ഷേ ഇങ്ങനെ തുറന്നാൽ വേറെ ഒരെണ്ണം മിന്നാമിന്നി പറഞ്ഞിട്ട്. ഇപ്പോൾ ഇങ്ങനെ അടച്ചാൽ ഇതുപോലെ, ഇതിങ്ങനെ തുറന്നിങ്ങനെ വെച്ചാൽ ഇതുപോലെ, അങ്ങനെയായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആനിമൽസാണ്. ഇത് കരടി, ഇതുണ്ട് കരടി. ഇവിടെ ഒരു സിംഹം ഉണ്ടായിരുന്നു, അത് പോയി. ഇതേതാ പക്ഷിയാണോ അല്ല, ഇങ്ങനെയാണ് ഇതേതാ ആളെന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ കറിയിലെ പോലെ ഉണ്ട്. പിന്നെ അതെ ഇതുപോലെ ഒരു കുഞ്ഞ് 2 പേജുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ കളറടിച്ച പിക്ചർ നോക്കി ഈ പിക്ചർ കളറടിക്കണം, ആണ് സംഭവം. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതെല്ലാതും ആ കളർ നോക്കിയിട്ട് ഈ കളർ അടിക്കുക. ഇത് മൊത്തം നമ്മുടെ ബുക്കിലുള്ള കഥയിലത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ എടുക്കലും കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അപ്പോഴത്തേക്കും ബൈ.